സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യതയാനിധിയേ, കൽപ്പാന്തമിഴീരൽ തുറന്നു. അമ്മാവാ. എന്തായി സുഖണാ? വിളിച്ചിട്ട് കുറച്ച് ദിവസമായാലോ. ആ മറക്കണ്ട. പിന്നെ ഞാൻ വിളിച്ചതേ, ഇവന്നെ ബുധനാഴ്ച കെട്ടുന്നറിയാണ്, മാലയിട്ടേക്കാണ്. അപ്പോൾ തലേദിവസം എല്ലാവരും കൂടെ എത്തണം. വരുന്ന ബുധനാഴ്ച. ശരി 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 ശരി. ദൈവമേ, ഇത് മമ്മദിക്കല്ലേ? ഇരുവൃക്കകളും തകരാറിലായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. മമ്മദിക്കാക്ക് ഈ ഗതി വന്നല്ല. എത്ര പേരെ സഹായിച്ചിട്ടുള്ള ആളാ. എന്തായാലും ഇക്കനൊന്ന് പോയി കാണണം. ഇക്കനല്ല പിന്നെ ആരാ കാണണ്ടേ? എന്തായാലും നമ്പറുണ്ട്, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, മമ്മദിക്കല്ലേ? കൃഷ്ണൻ ചേട്ടൻ. ചേട്ടാ, അതെ, എനിക്ക് ഈ മമ്മദിക്കാനൊന്ന് കാണണമായിരുന്നു. എവിടെ വീടറിയില്ല, എവിടെയായിട്ടാ വീട്? രണ്ടാമത്തെ വളഞ്ഞ് അവിടെ തിരിഞ്ഞു വരുമ്പോൾ നാലാമത്തെ വീടല്ലേ? ശരി ചേട്ടാ, ശരി ചേട്ടാ. ഓക്കെ.
അമ്മക്ക അമ്മക്ക ആരാ ഇവിടെ കേറി പോരെ. അമ്മക്ക മോനെ നീ ഇവിടെ ഇരിക്കും. എനിക്ക് നിന്നെ മനസ്സിലായില്ലോ. ഞാനേക്കാ മനു. മനു എന്ന് പറഞ്ഞ മോന്റെ അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേര് പറഞ്ഞറിയും, സാവിത്രി. സാവിത്രി. പണ്ട് പെരയില് സഹായത്തിനൊന്നുണ്ട് സാവിത്രിയുടെ മോന. ആ അമ്മ ഇപ്പൊ എന്തെടുക്കണം? അമ്മ മരിച്ചേക്ക. മനുഷ്യന്മാരായ എന്തായാലും ഒരു ദിവസം എന്നെ കണ്ടില്ലേ മരണം കാത്തിരിക്കും. ഇക്ക താത്തയും മക്കളും അവരൊക്കെ പോയടാ. എനിക്ക് ഈ അസുഖം എന്ന് പറഞ്ഞപ്പോ എല്ലാരും വിട്ടുപോയി. പിന്നെ എനിക്കൊരു സമാധാനം ഉള്ളത് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു. പിന്നെ മക്കള് എന്തോ കൊണ്ടുവന്ന് കൃഷ്ണന്റെ കൊടുത്തിട്ടുണ്ട്. മോനാ കൃഷ്ണനെ അറിയോ? തെക്കേലെ കൃഷ്ണൻ. ഇത് അവന്റെ വീടാണ്. ആ ഇക്കയുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന കൃഷ്ണൻ ചേട്ടനല്ലേ? ആ അറിയാം. ഒറ്റപ്പെട്ട് പോയപ്പോ അവൻ വന്ന് പറഞ്ഞു ഇവിടെ കിടന്നോളാം. അങ്ങനെ ഞാനിവിടെ വന്നതാണ്. നമ്മുടെ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരാളെ സഹായിച്ച അതിന്റെ പ്രതിഫലം നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ എൻ്റെ പടച്ചവൻ ഈ കൃഷ്ണനാണ്. മോനെ ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ കൃഷ്ണൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴി കടയിലൊക്കെ ഒന്ന് ചോദിച്ച്. പിന്നെ ഇക്ക വന്ന ബുധനാഴ്ച ഞാൻ മലക്ക് പോവാ. ഈ കട കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കടാ പയ്യന്റെ അടുത്ത്. ഇക്കയുടെ കാര്യം ഞാൻ പറയാതിരിക്കും. ഇക്ക ഇക്കയുടെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ തടിയല്ലേ ഇത്, ഉറപ്പായിട്ടും പറയും. ഇതിരിക്കട്ടെ, എൻ്റെ ഒരു ചെറിയ സഹായം. വേണ്ട മോനെ, നിനക്ക് ഈ മലക്ക് പോണ സമയത്ത് ഇഷ്ടംപോലെ ചെലവുണ്ട്. ഇക്കക്ക് ഈ പൈസ വേണ്ട, മോൻ പിടിച്ചോ. അത് പറ്റൂല ഇക്ക. ഇക്കൊക്കെ എന്തെങ്കിലും തരാതെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എന്നോട് കോപിക്കും. ഇതിരിക്കട്ടെ. എന്നേക്കാ ഓപ്പറേഷൻ? കാശ് ഒത്തു കഴിഞ്ഞാൽ നാളെ തന്നെ. പിന്നെ കൃഷ്ണനും കൂട്ടുകാരാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ശരി ഇക്ക, ഞാൻ മലക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ദിവസം വരാം. മനു, അതെ മനുവാണ്. നിനക്കെന്നെ മനസ്സിലായില്ലടാ? ഇല്ല, മനസ്സിലായില്ല. നീ ഒന്ന് ഓർത്തു നോക്ക്. നല്ല പരിചയം തോന്നുന്നുണ്ട്, എന്നാലും അവിടെ ഓർമ്മയിട്ടുള്ള. എൻ്റെ ഇരട്ട പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും. ആ പേരെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഒഴിവാക്കായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിലെ ഇരട്ടപ്പേരുകൾ എത്ര പേരെ നിനക്കറിയാം? അങ്ങനെ ചോദിച്ചാൽ ഒരു ഉണ്ടക്കണ്ണൻ റഹീം, ചാത്തൻ രാജേഷ്, പിന്നൊരു മുള്ളൻ അലക്സ്. അവൻ്റെ അങ്ങനെ വിളിക്കണമെന്ന് വെച്ചാൽ അവൻ്റെ മുടി ഏതൊരു മേളിലേക്ക് പൊങ്ങിക്കണം, അത് കാരണം മുള്ളൻ അലക്സ് എന്ന് വിളിക്കണം. പിന്നെ ഒരു
പോത്തിന് സേവിയർ. അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോത്തിറച്ചിയുടെ കൊതിയാണ്. ഏതുവരെ അവന് പോത്ത് ഇറച്ചി വേണമായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അതൊക്കെ ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അവൻ്റെ അമ്മ വെക്കണ പോത്തേറി അവന് വേണ്ടി വെക്കണതാ. പക്ഷെ തിന്നണത് മൊത്തം ഞങ്ങളാണ്. അതിൻ്റെ രുചി ഇപ്പോഴും അവന് പോയിട്ടില്ല. അവൻ്റെ അമ്മേനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അല്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരാണെന്ന്. എടാ മനു, പോത്തനടാ ഞാൻ. ആ ഇത് ആദ്യം പറയണ്ടടാ. നിനക്കേ ആരൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ നോക്കിയതാ. കുട്ടിക്കാലം മറക്കണ ആരെങ്കിലും ഉണ്ടോടാ? നിന്റെ അമ്മ മരിച്ചിട്ട് 5 വർഷത്തോളമായി. പിന്നെ അമ്മയുടെ ഓർമ്മകളുള്ള ഈ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പോകാൻ തോന്നിയില്ല. ഇവിടെ തന്നെ. അതൊക്കെ പോട്ടെ, നിന്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടോ? ആണോ? കാണാൻ കൊതിയാണ്. അല്ല, എന്താ ഇപ്പം ഇങ്ങനെ ഒരു വരവ്? എവിടെ താമസം? ഞാൻ ഗൾഫിലായിരുന്നടാ. പിന്നെ അപ്പം മരിച്ചിട്ട് കുറച്ചായി. അപ്പം അമ്മ തനിച്ചല്ലേ. അപ്പം ഞാൻ അമ്മേനെ കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗൾഫിൽ, നമ്മുടെ മലയാളി സംഘടനകളുടെ. അപ്പോഴാണ് നമ്മുടെ മുഹമ്മദ് ഖാൻ്റെ ഈ ഒരു അസുഖത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇത് കണ്ടത്. അത് കണ്ടപാടെ തന്നെ ആകെ ഒരു ടെൻഷൻ. കുറേ നാളായില്ലേ, ചിലപ്പോൾ നമുക്ക് മറക്കാൻ പറ്റുമോ? ഒരുപാട് അവിടെ നിന്ന് തിന്നും കുടിച്ചും വളർന്നതല്ലേ. ഞാനിത് അമ്മേനോട് പറയണോ എന്ന് ഒരു ടെൻഷനിലായിരുന്നു. പിന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു. ആ നിമിഷം അമ്മ കിടക്കപ്പുറത്ത് ചെന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം പോകാം എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും അമ്മേനും കൂടെ ഇങ്ങോട്ട് വരണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു അമ്മ അവിടെ നിൽക്ക്, ഞാൻ ഒരു 3-4 ദിവസം പെട്ടെന്ന് പോയിട്ട് വരാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പോകുന്നത് ഞങ്ങൾ. അമ്മ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾക്കടെ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കഴിപ്പിക്കാതെ നമ്മളെ വിട്ടിട്ടുണ്ടോ? അതുപോലെ അമ്മക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാണെന്ന് പറയാൻ. അപ്പൻ്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കായിരുന്നു. ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ മമ്മദാക്ക വന്ന് ഞങ്ങളെ സഹായിച്ച കഥ അമ്മ പറയുമ്പോൾ സത്യം അത് വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനെ കാണാൻ നമുക്ക് വരണ്ടേ. ഞാനതാ പെട്ടെന്ന് ഓടിയെത്തിയത്. അപ്പം എന്നാ വന്നേ? ഞാൻ ഇന്നലെ എത്തി. ഇന്നലെ വന്ന വഴി തന്നെ നേരെ മമ്മദാക്കാൻ്റെ അടുത്ത് പോയി പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് പറഞ്ഞ നീ ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അമ്മേനെയും കൂടി കൊണ്ടുവരുന്നില്ല ഇപ്പം? എടാ അമ്മക്ക് തീരെ ഒന്നാമത്തെ കാര്യം നമുക്ക് വയ്യ. പിന്നെ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതും ഏറ്റവും വലിയ പ്രശ്നമാവും. അപ്പം എന്തായാലും നീ മലക്കൊക്കെ പോയിട്ട് വാ. ഇനി അടുത്ത വരവിന് അമ്മേനെയും കൊണ്ട് നിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ എൻ്റെ സ്വന്തക്കാരുടെ അടുത്ത് വെക്കാൻ അമ്മേനെ കൊണ്ടുപോകുള്ളൂ. പോരെ? അപ്പോഴേക്കും മമ്മക്കാരുടെ സർജറി കഴിയും. അപ്പോൾ നമുക്ക് മമ്മക്കാനെ പോയി കാണാമല്ലോ. അതിന് സർജറിക്ക് കാശ് തികഞ്ഞിട്ടില്ലെന്നാണ് കൃഷ്ണേട്ടൻ പറഞ്ഞത്. എടാ മനു, നീ മലക്കുവാൻ വെച്ച കാശിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് മമ്മക്കാ കൊടുത്തില്ലേ? ആ പൈസക്ക് ലക്ഷങ്ങളുടെ വിലയുണ്ട്, അറിയോ നിനക്ക്? ഞാൻ ഇന്നലെ മമ്മക്കാൻ്റെ വീട്ടിൽ പോയപ്പോൾ കൃഷ്ണേട്ടനെ കണ്ടു. അപ്പോൾ സർജറിക്കുള്ള ബാക്കി കാശും പിന്നെ സർജറി ഡേറ്റും ഫിക്സ് ചെയ്തു. നാളെയാണ് സർജറി പറഞ്ഞേക്കണേ. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ കർത്താവ് എന്നെ വെറുതെ വിടൂടാ. ഇന്നത്തെ മനുഷ്യനുണ്ടല്ലോ, നേരിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ മുഖം തിരിച്ചിട്ട് അറിയാത്ത രീതിയിൽ പോകും. പക്ഷെ മരിച്ചു കഴിയുമ്പോണ്ടല്ലോ വന്ന് മുഖത്ത് തുണി മാറ്റി നോക്കിയിട്ട് പോകും. മനസ്സിലാവുണ്ടോ? ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടതും ഫേസ് ടു ഫേസ് നോക്കേണ്ടതും ആപത്തുകളിൽ സഹായിക്കേണ്ടതും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ മനുഷ്യനെ കാണേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷെ ഇന്നത്തെ കാലഘട്ടം മാറിപ്പോയി. പറഞ്ഞത് ശരിയാ. ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ആരും ആ വീട്ടിലേക്ക് കയറി ചെല്ലില്ല. ചിലപ്പോൾ ആ വീട്ടിൽ പട്ടിണിയായിരിക്കും. ഒരു നേരത്തെ അരി മേടിക്കാൻ പോലും 10 രൂപ പോലും ആരെടുത്ത് കൊടുക്കില്ല. എന്നിട്ട് ആൾ മരിച്ചു കഴിയുമ്പോൾ ടർപ്പ കെട്ടാനും കസേര നിരത്താനും അടിയന്തരത്തിന് 10,000 ഞാൻ തന്നേക്കാം, ഇറച്ചി ഞാൻ ഇന്ന സ്ഥലത്ത് ഏൽപ്പിക്കാം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും. എന്നാൽ അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു 100 എടുത്ത് കൊടുത്തിട്ട് അരി മേടിക്കും എന്ന് പോലും ആരും പറയില്ല. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതം. അതെ, ഞാൻ വീട്ടിലേക്ക് വരാൻ നിൽക്കണില്ല. കയ്യിലിരിക്കട്ടെ. അയ്യോ, എന്ത് കാശാ? അതൊന്നും വേണ്ട. എൻ്റെ പോത്തനല്ല എന്നത്. ഇരിക്കട്ടെ, സന്തോഷമല്ലേ? മലക്കൊക്കെ പോയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഇറങ്ങാം കേട്ടാ.